Athira Sooraj. Cake decoration പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാണ് ഫോണ്ടന്റ് വെച്ചിട്ട് സിലവറ്റ് കട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് സിലവറ്റ് കട്ട് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ സിലവറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ആളുടെയോ ഒരു ജീവിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ അത് എന്തെങ്കിലും ഒരു മാധ്യമത്തിൽ, അത് ഫോണ്ടൻ്റ് ആവാം, പേപ്പർ ആവാം, ചാർട്ട് പേപ്പർ ആവാം, ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു കോൺട്രാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്നതിനെയാണ് സിലവറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിലാണ് കട്ട് ചെയ്യുന്നത്. അത് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇനി കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു സിലവറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഏത് രൂപമാണോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഇതേപോലെ എടുക്കണം. ഞാനിതപ്പോൾ ഒരു പപ്പിയുടെ ഒരു രൂപമാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ ഫോണ്ടൻ്റ് പരത്തിയതിന് ശേഷം ഇതിൽ ട്രേസ് ചെയ്യണം. ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫോണ്ടൻ്റ് ഞാൻ ടൈലോസ് പൗഡർ ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് പരത്തിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോണ്ടൻ്റ് ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിൻ്റ് വെച്ചിട്ട് ട്രേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ വയ്ക്കുക. ഇതുപോലത്തെ ഒരു ടൂളോ അല്ലെങ്കിൽ ടൂത്ത് പോക്ക് എന്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഈസി എന്നുള്ള കാര്യം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇതെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്ലൈനിൽ കൂടെ ഓരോ വര ഇങ്ങനെ വരച്ചു കൊടുക്കാം. വയ്ക്കുമ്പോൾ പേപ്പർ ഇളകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കറക്റ്റായിട്ടുള്ള പിന്നെ മെഷർമെൻറ്റ് കിട്ടില്ല. പിന്നെ കൂടുതൽ അമർത്തി വരച്ചാൽ പേപ്പർ കട്ടായി പോകും. അപ്പോൾ ഒരു മിനിമം പ്രഷർ കൊടുത്തിട്ട് വേണം ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തൊരു ട്രേസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഞാനിതൊന്ന് ഈ നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ട്രേസ് ചെയ്ത രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന രാത്രി ആയതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാ ലൈറ്റുകളും ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു വെളിച്ചം വന്നിട്ടില്ല. അത് കട്ട് ചെയ്യാണ്. നമ്മൾ കഴിയുന്നതും ഷാർപ്പായിട്ടുള്ള നൈഫ് ഉപയോഗിക്കണം കേട്ടോ. ഇത് നൈഫ് എടുക്കാതെ കട്ട് ചെയ്താൽ അതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. കുറച്ച് ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഈസിയാണ്. ചെയ്യുമ്പം കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാലും ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും. ഓക്കെ, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോർഷൻ എടുത്തിട്ട് മാറ്റാം. എവിടെയെങ്കിലും വിട്ടിട്ടില്ലെങ്കിൽ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പിയുടെ രൂപം ഇവിടെ സിലവറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് നമ്മൾ ഓവർനൈറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സിലവറ്റ് ഇതേപോലെ ഒരു കുറച്ച് കോൺഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് മാറ്റാം. നമ്മൾ നെയിംസ് കട്ട് ചെയ്യാണ്. ഇത് കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഫോണ്ടൻ്റ് കുറച്ച് സ്റ്റിക്കിയാണ്. നമ്മൾ അടുത്ത ലെറ്റർ എടുക്കാം. അതും കുറച്ചൊന്ന് ഒരു ഫോണ്ടൻറ്റിലൊന്ന്
കോൺഫ്ലോറിലൊന്ന് ടെസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. ഇനി ഞാൻ നമ്പർ 1 ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിന് മുമ്പ് ഒന്ന് ട്രേസ് ചെയ്യാം. ഇത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ഞാനിത് അപ്രോക്സിമേറ്റ് ഒന്ന് ചെയ്തു എന്ന് മാത്രം. പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടും. അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഒരു ബണ്ണ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ബണ്ണും ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ഇതെല്ലാം ഓവർനൈറ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം.